ക്വസ്റ്റ്യൻ നമ്പർ 1. പ്രവാചകന്മാർ ജനത്തെ എന്താണ് നിരന്തരം ആഹ്വാനം ചെയ്തത്? ഉത്തരം: ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് മടങ്ങി വരുവിൻ എന്ന് പറഞ്ഞ പ്രവാചകൻ ആര്? ഉത്തരം: യോവേൽ. ക്വസ്റ്റ്യൻ നമ്പർ 3. പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് മടങ്ങി വരുവിൻ എന്ന വചനം വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയാണ്? ഉത്തരം: യോവേൽ 2-ാം അധ്യായം 12-ാം വാക്യം. ക്വസ്റ്റ്യൻ നമ്പർ 4. പഴയ നിയമത്തിൽ അനുതാപം പ്രധാനമായും എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം: ദൈവത്തിലേക്കുള്ള മടങ്ങിവരവ്. ക്വസ്റ്റ്യൻ നമ്പർ 5. അനുതാപത്തിൽ ഉപേക്ഷിക്കേണ്ടത് എന്താണ്? ഉത്തരം: വിഗ്രഹാരാധന. ക്വസ്റ്റ്യൻ നമ്പർ 6. അനുതാപം വഴി വീണ്ടെടുക്കേണ്ടത് എന്താണ്? ഉത്തരം: ദൈവത്തോടുള്ള വിശ്വസ്തത. ക്വസ്റ്റ്യൻ നമ്പർ 7. അനുതപിക്കുന്ന വ്യക്തി എങ്ങനെ ജീവിക്കണം? ഉത്തരം: നീതിയിലും വിശുദ്ധിയിലും. ക്വസ്റ്റ്യൻ നമ്പർ 8. ദൈവം ശിക്ഷയേക്കാൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഉത്തരം: കരുണ. ക്വസ്റ്റ്യൻ നമ്പർ 9. അനുതാപം മനുഷ്യനും ദൈവവും തമ്മിലുള്ള എന്തിനെ പുനഃസ്ഥാപിക്കുന്നു? ഉത്തരം: സൗഹൃദം. ക്വസ്റ്റ്യൻ നമ്പർ 10. യഥാർത്ഥ അനുതാപം എവിടെ പ്രകടമാകണം? ഉത്തരം: നീതിയിലും ധാർമ്മികതയിലും. ക്വസ്റ്റ്യൻ നമ്പർ 11. നിനവേക്ക് സന്ദേശം നൽകിയ പ്രവാചകൻ ആര്? ഉത്തരം: യോന. ക്വസ്റ്റ്യൻ നമ്പർ 12. ശുദ്ധീകരണത്തിനായി വിളിച്ച പ്രവാചകൻ ആര്? ഉത്തരം: യെശയ്യാവ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ദൈവത്തിലേക്ക് മടങ്ങുവാൻ ആഹ്വാനം ചെയ്ത പ്രവാചകൻ ആര്? ഉത്തരം: യിരെമ്യാവ്. ക്വസ്റ്റ്യൻ നമ്പർ 14. പഴയ നിയമത്തിൽ അനുതാപം അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണ്? ഉത്തരം: വിഗ്രഹാരാധന ഉപേക്ഷിക്കൽ, ദൈവത്തോടുള്ള വിശ്വസ്തത വീണ്ടെടുക്കൽ, നീതിയിലും വിശുദ്ധിയിലും ജീവിക്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 15. പുതിയ നിയമത്തിൽ അനുതാപം എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്? ഉത്തരം: ആന്തരികവും ആത്മീയവുമായ അർത്ഥത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 16. സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ അനുതപിപ്പിൻ എന്ന് പ്രസംഗിച്ചത് ആര്? ഉത്തരം: സ്നാപക യോഹന്നാൻ. ക്വസ്റ്റ്യൻ നമ്പർ 17. സ്നാപക യോഹന്നാന്റെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ അനുതപിപ്പിൻ എന്ന സന്ദേശം എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം: മത്തായി ചാപ്റ്റർ 3 വേഴ്സ് 2. ക്വസ്റ്റ്യൻ നമ്പർ 18. യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച സന്ദേശം എന്തായിരുന്നു? അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. അനുതാപം വിശ്വാസവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: അത് വിശ്വാസത്തിന്റെ ഉദയത്തിന് കാരണമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 20. അനുതാപം ഏത് ആത്മീയ മാറ്റത്തിന് വഴിയൊരുക്കുന്നു? ഉത്തരം: ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്. ക്വസ്റ്റ്യൻ നമ്പർ 21. പുതിയ നിയമത്തിൽ അനുതാപത്തിന്റെ 4 പ്രധാന അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം: ഹൃദയത്തിന്റെ നവീകരണം, വിശ്വാസത്തിന്റെ ഉദയം, ആത്മീയ മാറ്റം, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം. ക്വസ്റ്റ്യൻ നമ്പർ 22. അപ്പോസ്തോലിക പ്രസംഗങ്ങളിൽ അനുതാപം എന്തിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: രക്ഷയോട്. ക്വസ്റ്റ്യൻ നമ്പർ 23. പെന്തക്കോസ്ത് ദിനത്തിൽ വിശുദ്ധ പത്രോസ് പ്രസംഗിച്ചത് എന്താണ്? ഉത്തരം: അനുതപിച്ച് പാപമോചനത്തിനായി സ്നാനം ഏൽപ്പിൻ. ക്വസ്റ്റ്യൻ നമ്പർ 25. അപ്പോസ്തോലിക പ്രസംഗങ്ങളിൽ അനുതാപം ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണ്? പാപസമ്മതം, ദൈവകൃപ സ്വീകരിക്കൽ, ആത്മീയ നവീകരണം, ദൈവ സൗഹൃദത്തിന്റെ പുനഃസ്ഥാപനം. ക്വസ്റ്റ്യൻ നമ്പർ 26. ക്രൈസ്തവ ജീവിതം എന്താണ്? ജീവിതത്തിൽ ഒട്ടുമുക്കമുള്ള ആത്മീയ യാത്രയാണ് ക്രൈസ്തവ ജീവിതം. ക്വസ്റ്റ്യൻ നമ്പർ 27. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് പഠിപ്പിച്ചത് ആര്? ഉത്തരം: വിശുദ്ധ പൗലോസ് ശ്ലീഹ. ക്വസ്റ്റ്യൻ നമ്പർ 28.
ആധുനിക ലോകം പാപത്തോട് എങ്ങനെയാണ് സമീപിക്കുന്നത്? ഉത്തരം: പാപത്തെ സാധാരണവൽക്കരിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 30. അനുതാപ സങ്കീർത്തനങ്ങൾ മനുഷ്യനെ എന്തിലേക്ക് തിരികെ വിളിക്കുന്നു? ആത്മപരിശോധനയിലേക്കും വിനയത്തിലേക്കും. ക്വസ്റ്റ്യൻ നമ്പർ 31. മനുഷ്യന്റെ തകർച്ചയും ദൈവത്തിന്റെ അനന്തകരുണയും തമ്മിലുള്ള ദൈവിക സംഗമം. അനുതാപ സങ്കീർത്തനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 32. അനുതാപ സങ്കീർത്തനങ്ങൾ എന്തിന്റെ സംഗമമാണ്? ഉത്തരം: മനുഷ്യന്റെ തകർച്ചയും ദൈവത്തിന്റെ അനന്തകരുണയും തമ്മിലുള്ള ദൈവിക സംഗമം. ക്വസ്റ്റ്യൻ നമ്പർ 33. സഭാപിതാക്കന്മാർ അനുതാപ സങ്കീർത്തനങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഉത്തരം: ആത്മീയ മരുന്നായി, സഭയുടെ ജീവിക്കുന്ന പ്രാർത്ഥനയായി. ക്വസ്റ്റ്യൻ നമ്പർ 34. ആത്മീയ മരുന്ന് എന്ന സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം: അനുതാപ സങ്കീർത്തനങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 35. സഭയുടെ ജീവിക്കുന്ന പ്രാർത്ഥനയായി കണക്കാക്കപ്പെടുന്നത് എന്താണ്? ഉത്തരം: അനുതാപ സങ്കീർത്തനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 36. പാപം ഏറ്റുപറയേണ്ട മനോഭാവം എന്താണ്? ഉത്തരം: വിനയത്തോടെ. ക്വസ്റ്റ്യൻ നമ്പർ 37. വിശ്വാസി എവിടെയാണ് പ്രത്യാശ വയ്ക്കേണ്ടത്? ഉത്തരം: ദൈവത്തിൻ്റെ കരുണയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. ഓരോ വിശ്വാസിയും ഏത് തരത്തിലുള്ള ജീവിതമാണ് തേടേണ്ടത്? ഉത്തരം: പുതുക്കപ്പെട്ട ജീവിതം. ക്വസ്റ്റ്യൻ നമ്പർ 39. ഓരോ വിശ്വാസിക്കും അനുതാപ സങ്കീർത്തനങ്ങൾ എന്താണ്? ആത്മീയ ദീപങ്ങളാണ്. ആത്മീയ ദീപങ്ങൾ എന്ന വിശേഷണം നൽകുന്നത് എന്തിനാണ്? അനുതാപ സങ്കീർത്തനങ്ങൾക്ക്.